പ്രേക്ഷകർ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ നേരത്തെ മത്സ്യത്തൊഴിലാളികൾ സൂചിപ്പിച്ച ആ ദൃശ്യമാണ്. അതായത് വലിയ രീതിയിൽ ഇന്നലെ വലയിൽ കുടുങ്ങിയ 4 ലക്ഷത്തിലധികം അവർ സൂചിപ്പിക്കുന്നത് പോലെ മീൻ വലിയ രീതിയിൽ ചാകരയുണ്ടായിരുന്നു. പക്ഷേ അത് ഈ വലയുടെ പ്രശ്നം മൂലം അത് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടായി എന്നാണ്. യെസ് ഡാനി പറയാം. സജിത്ത് 40 ലക്ഷത്തോളം രൂപയുടെ മത്സ്യം ചാള ഇതിൽ ഉണ്ടായിരുന്നു എന്നതാണ് അവർ കണക്കാക്കുന്നത്. കാരണം അത്ര കാരണം ഇതിൻ്റെ ഒരു ഭാരമെല്ലാം വെച്ച് അവർക്കത് പറയുകയും ചെയ്യുന്നു. അത്രത്തോളം മത്സ്യം അവർ പിടിച്ചു. അപ്പോൾ വലിയ രീതിയിലേക്ക് അവരൊരു അത്തരമൊരു നല്ല ക്യാച്ചിങ് വരുമ്പോഴേക്കും വലിയ സന്തോഷങ്ങളിലും എല്ലാം ആയിരുന്നു. പക്ഷെ പൊടുന്നനെയാണ് ഇത് സംഭവിക്കുന്നത്. വല വലിക്കുമ്പോൾ ഇതാ കീറിപ്പോകുന്ന അവസ്ഥയിലേക്ക് വരുന്നു. അത്രത്തോളം നഷ്ടം സഹിച്ച വെറും കൈയോടെ വലിയ ബാധ്യതകളോടെ നഷ്ടങ്ങളോടെ തിരിച്ച് തീരത്തേക്ക് വരുന്ന ഒരു അവസ്ഥ. അതാണ് നമ്മൾ ഇപ്പോൾ ഇവരുടെ മുഖത്ത് എല്ലാം തന്നെ കാണാൻ കഴിയുന്നത്. 5 ലക്ഷം രൂപ ഇന്ന് വായ്പ വാങ്ങിച്ചുകൊണ്ട് അവർ വല കൊണ്ടുവന്ന് അത് തുന്നി പിടിപ്പിക്കുന്നതാണ്. ഇവിടെ നിൽക്കുന്ന മത്സ്യത്തൊഴിലാളികളെല്ലാം തന്നെയും ഈ രീതിയിൽ പരീക്ഷിക്കപ്പെട്ടവരാണ്. കടലിനകത്ത് ഈ രീതിയിൽ നഷ്ടങ്ങൾ മാത്രം സംഭവിച്ച് തിരികെ എത്തിയവരാണ്. ഇന്നലെ വലിയ രീതിയിൽ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ 40 ലക്ഷത്തോളം രൂപയുടെ മത്സ്യം കടലിലേക്ക് തിരിച്ചു പോരേണ്ടി വരുന്ന ആ ഒരു ഗതികേടിലേക്ക് അടക്കം അവർക്ക് എത്തേണ്ടി വരികയും ചെയ്തിരുന്നു. കാരണം ഇത് കനത്ത പ്രതിസന്ധികൾ അവർക്ക് സൃഷ്ടിക്കുന്നു എന്നതിൽ യാതൊരു തർക്കവും കാര്യങ്ങളുമൊന്നും നമുക്ക് ഇല്ല. ഇതിൽ സത്രമായ രീതിയിലുള്ള ഇടപെടലുകൾ അടക്കം വേണ്ടി വരും എന്ന കാര്യത്തിലും സംശയമില്ല. എന്തായാലും കൂടുതൽ പേര് ഇവിടെയുണ്ട്. ഇതേപോലെ ദിവസങ്ങളായി ഈ പണി തുടർന്നു. എത്ര ദിവസമായി ഈ പണി മിനിഞ്ഞാന്ന് പോയി വലടിച്ചിട്ട് കണ്ടിച്ച് നാശപൂശയായി പോയി ഉടക്കലാണ്. അത് ഇന്നലെ ഞങ്ങൾക്ക് ഓർത്തൊക്കെ കിട്ടിയിട്ട് കുറേ വലയൊക്കെ മാറി വെച്ച് പണിക്ക് പോയി. ഉച്ചയ്ക്ക് ശേഷം പണിക്ക് പോയിട്ട് പിന്നെ അടിച്ച വേറെ സ്ഥലത്താണ്. ഇത് എവിടെയൊക്കെയാണ് കിടക്കണമെന്നൊരു പിടിപാട് വന്നൊഴുകി കിടക്കണം. അതുമ്മ വീണ് ഇന്നിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 25 കിലോ വരെ അതിൽ കൂടുതലായിട്ട് എടുത്തണമെന്ന് പറഞ്ഞു. എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. ഈ വലയെല്ലാം മാറി അവിടെ വെച്ചാറുണ്ട്. ഇതിന്മേന്ന് ഊരിയല്ല, ഇത് പുതിയ വല വെച്ച് കൊടുക്കുകയാണ്. അതും പോയി. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതമൊക്കെ അതൊക്കെ മതിയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എവിടെയൊക്കെ വന്ന് കിടക്കണമെന്ന് പറയാം. വിശ്വസിച്ച് ഈ വല കൊണ്ടടിക്കാൻ പറ്റില്ല. ഒരു 19 വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10-15 വെള്ളത്തിൻ്റെ വല ഉടക്കി കണ്ടിക്കണവൻ്റെ കുടുംബം പട്ടിണിയായി. കയറി കിട്ടിയ ഒരു രക്ഷപ്പെടും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമ്മൾ ഓരോ പോക്കിലും ലക്ഷങ്ങളാണ് നഷ്ടം. ഈ പോക്ക് ചിലവൊക്കെ പറഞ്ഞല്ലോ നേരത്തെ. അതുകൂടാതെ നമ്മുടെ കുടുംബം പട്ടിണിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ 4 ദിവസത്തെ പണി എന്തെങ്കിലും കിട്ടുന്ന സമയമുള്ളത്. അതും ഇല്ലാതെ ഈ പണിക്ക് പോകാൻ പറ്റില്ലല്ലോ നമുക്ക്. ഈ വന്ന് വലപ്പണിയും കടവും മേടിച്ച് അടുത്ത വല കൊണ്ടുവന്നേക്കാണ്. പുതിയ വല കൊണ്ടുവന്നേക്കാണ്. ഇപ്പോൾ ഓക്കെ ഞങ്ങളുടെ അടുത്തല്ലേ ചോദിച്ചു. അപ്പോൾ ഇത് നമ്മൾ സഹിതം കാണുന്നത് പുതിയ വല ഇത് ഫാക്ടറിയിൽ നിന്ന് വാങ്ങിച്ച് കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ്. കാരണം ഇതേ അവസ്ഥ തന്നെയാണ്. ഇത് കൊണ്ടുവരുന്നത് ഈ കയ്യിൽ പണമില്ലാതെ അവർ വാങ്ങിച്ച് പലിശയ്ക്ക് പണം എടുത്തുകൊണ്ടാണ് ഇവിടേക്ക് എത്തുന്നത്. കാരണം ഈ നിരവധിയായ കുടുംബങ്ങൾ ഇതിനെ ആശ്രയിച്ച് കഴിയുന്നവരാണ്. അപ്പോൾ സർക്കാരിൽ നിന്നോ മറ്റോ സഹായം ലഭിക്കുമോ എന്ന് കരുതി പ്രതീക്ഷിച്ചൊന്നും കാത്തു നിൽക്കാനായിട്ട് കഴിയില്ല. കാരണം ഓരോ വീട്ടിലും അവർക്ക് ഭക്ഷണവും അവർ നിത്യേനയുള്ള കാര്യങ്ങൾ നടന്നു പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ നഷ്ടം സഹിച്ചും അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മൾ കാണുക ഇപ്പോൾ നെറ്റ് ഫാക്ടറിയിൽ നിന്ന് കൊണ്ടുവന്ന ഈ വല അവരത് പുറത്തേക്ക് എടുക്കുന്നു. ഇതിപ്പോൾ എല്ലാ ദിവസവും എന്ന പോലെ തന്നെ സംഭവിക്കുന്നു. ഏതാണ്ട് നേരത്തെ പറഞ്ഞതുപോലെ 1 കിലോ വലയ്ക്ക് 600 രൂപയാണ് ശരാശരി ഒരു വില എന്ന് പറയുന്നത്. ഒരു വഞ്ചിക്ക് ഒരു വള്ളത്തിന് നഷ്ടം വരുന്നത് ഏതാണ്ട് 1000 കിലോ വലയാണ് അവരുടെ നഷ്ടം വരുന്നത് കിലോ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഒരു വള്ളത്തിന് ശരാശരി 6 ലക്ഷത്തിൽ രൂപയുടേതാ നഷ്ടമാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് പോയ ഈ വള്ളങ്ങളെല്ലാം തന്നെ ഇത്തരം കനത്ത നഷ്ടം സഹിച്ച് തിരികെ എത്തുന്നു. അവർക്ക് ആർക്കും ഒന്നും മെച്ചം പിടിക്കാനാവാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ വരികയും ചെയ്യുന്നത്. ഇതിപ്പോൾ എത്ര കിലോ വലയുണ്ട് ചേട്ടാ? ഇത് 50 കിലോ ഒക്കെ ഉണ്ടാവും. അങ്ങനെ എല്ലാ ദിവസവും ഇവിടേക്ക് ഇത് മേടിച്ച മതി. വലത് ഇപ്പോൾ മാറ്റമനുസരിച്ച് കയറ്റും വല. അതാണ് ഞങ്ങളുടെ സ്ഥിതി. ഞങ്ങൾ ലക്ഷക്കണക്കിന് രൂപയാണ് പലിശക്ക് മേടിച്ചിട്ട് ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കണം അരി വാങ്ങിക്കാൻ വേണ്ടി. കാര്യം സീസൺ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള മാസങ്ങളാണിത്. ഈ സീസൺ പണിയാണ് ഞങ്ങളുടെ. അതിൽ തന്നെ നമ്മൾ നഷ്ടം വന്നാൽ പിന്നെ തിരിച്ചു കയറാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. എത്ര കൊല്ലം എടുക്കും ഇതൊന്ന് തിരിച്ചു കയറാനായിട്ട്? ഇത്ര ആൾക്കാരിന്ന് കഷ്ടപ്പെടുന്നുണ്ട്. പണിക്ക് പോകാൻ പറ്റില്ല. അതായത് ഈ സമയത്ത് ഈ ചാളപ്പണി നടക്കണം, ഭയങ്കര വിലയുള്ള സമയമാണ്. ഈ സമയത്ത് നമുക്ക് പണിക്ക് പോകാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഈ ഒരു കൊല്ലം പോയിട്ട് കാര്യമില്ല. ആകെയുള്ള ഞങ്ങളുടെ കടങ്ങളും എല്ലാം വീടുന്ന ഒരു മാസങ്ങളാണ് ഈ വരുന്നത് നടക്കുന്നത്. സർക്കാർ ഇടപെടൽ നടത്തിയാലും ഈ ഒരു നഷ്ടം നികത്തി പോരും തോന്നുന്നുണ്ടോ?
സർക്കാർ ഇടവ് നടത്തിയാന്ന് പറഞ്ഞാൽ സർക്കാർ അവരെ കൊണ്ട് ഈ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യിക്കണം. അവരെ കൊണ്ട് കമ്പനിയെ കൊണ്ട് കമ്പനിയെ കൊണ്ട് ചെയ്യിക്കണം. കപ്പൽ കമ്പനി അതിൻ്റെ ഉത്തരവാദികൾ. അവർ കോടിക്കണക്കിന് ആസ്തിയുള്ള ആൾക്കാരാണ്. ഈ തൊഴിലാളികൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? അവരെ കൊണ്ട് ഈ നഷ്ടം വന്ന മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സാമ്പത്തിക സഹായങ്ങൾ ചെയ്യിക്കണം സർക്കാർ. കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഇതിനു വേണ്ടി ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. അദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തമാണ്. കാരണം ഇതിലെ കൃത്യമായൊരു ഇടപെടൽ നടത്തണം. കപ്പൽ കമ്പനികളിൽ നിന്ന് തന്നെ നഷ്ടപരിഹാരം ഈടാക്കണം. ഒന്നും ചെയ്യാത്ത തങ്ങൾക്ക് ഈ ഒരു ഇതിൻ്റെ ഒരു ചോദിച്ചറിയേണ്ട ഒരു കാര്യം, ഈ ഡാനി അവരോട് നമുക്ക് ചോദിച്ചറിയേണ്ട ഒരു കാര്യം, ഇവർ മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ ഈ കണ്ടെയ്നറുകൾ എന്ത് തരത്തിലുള്ള പ്രതിസന്ധിയാണ്? കാരണം ഇവർ സൂചിപ്പിക്കുന്നതനുസരിച്ച് ഇവരുടെ മത്സ്യബന്ധന ഉപകരണങ്ങൾ നശിക്കുന്നു എന്ന് മാത്രമല്ല, ഒരുപക്ഷെ അവരുടെ യാത്രയ്ക്ക് പോലും വലിയ അപകടത്തിന് സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ഇത് കടലിൽ ഒഴുകി നടക്കുകയാണോ അതോ അടിത്തട്ടിൽ അടിമേഖലയിൽ കുടുങ്ങിക്കിടക്കുകയാണോ? എന്താണ് അവർക്ക് ഈ ഉൾക്കടലിലേക്ക് ചെല്ലുമ്പോൾ ഒരു അവസ്ഥ? അതൊന്ന് പങ്കുവയ്ക്കാമോ? ഒരുമായി ചോദിച്ചറിയാമോ? ചിലരെല്ലാം തന്നെ ഈ വല തുന്നി അതിലേക്ക് തിരിച്ച് കടലിലേക്ക് പോകാൻ ഡാനിയിലേക്ക് മടങ്ങി വരാം. ചാൾസ് ജോർജ് നമുക്കൊപ്പമുണ്ട്. മത്സ്യബന്ധന മേഖലയിലെ പ്രതിസന്ധികൾ കൃത്യമായി അറിയുന്ന വ്യക്തിയാണ്. ശ്രീ ചാൾസ് ജോർജ്, ഈ നമ്മൾ പ്രതീക്ഷിച്ചതാണ് കപ്പൽ അപകടം വന്നപ്പോൾ. ഞാൻ ഓർക്കുന്നു താങ്കൾ അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടിയതാണ് ഇത് തീരത്തേക്ക് ഇതിൻ്റെ അവശിഷ്ടങ്ങൾ അടിയുന്നത് മാത്രമല്ല, ഈ കണ്ടെയ്നറുകൾ കടലിൽ ഒഴുകി നടക്കുമ്പോൾ അതുണ്ടാക്കുന്ന വലിയ പ്രതിസന്ധി കൂടിയുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ എന്ത് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കരുതിയോ അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. ഇത് മത്സ്യബന്ധന ഉപകരണങ്ങൾ നശിക്കുന്നു, അപകട സാധ്യതകൾ ഏറുന്നുണ്ട്. ഈ വിഷയത്തിൽ എന്ത് പരിഹാര സാധ്യതയാണ് ഉള്ളത്? ഇതിൻ്റെ അകത്ത് കപ്പൽ കമ്പനിയുമായി സർക്കാർ ഒരു ധാരണ ഉണ്ടാക്കാതെ ഇതിനൊരു പരിഹാരം ഉണ്ടാവില്ല എന്ന് തന്നെയാണോ? അങ്ങനെ വിശ്വസിക്കേണ്ടത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഷിപ്പിംഗ് മിനിസ്ട്രിയുടെ കേന്ദ്ര ഷിപ്പിംഗ് ശ്യാം ജഗന്നാഥൻ എറണാകുളത്ത് പത്രസമ്മേളനം നടത്തി. നിങ്ങളൊക്കെ കേട്ടാണുള്ള പരിപാടി. ഈ 27-ാം തീയതി മെയ് 28-ന് ജൂലൈ 3-നകം മുഴുവൻ അവശിഷ്ടം മാറ്റണമെന്ന് കപ്പൽ കമ്പനിക്ക് അന്ത്യശാസ്ത്രം കൊടുത്തു പോയി അദ്ദേഹം. ഡൽഹിയിലേക്കും പോയി. കപ്പൽ കമ്പനിക്കാർ ന്യൂസിലൻഡിൽ വരുന്നു, വിയന്നയിൽ വരുന്നു. അതുണ്ടായത്. ഇപ്പോഴും കാര്യങ്ങൾ വഞ്ചി തിരുനക്കരയിലാണ് ഇപ്പോഴും. കാരണം ഞങ്ങൾ അന്ന് ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ശരിവെക്കപ്പെട്ടിരിക്കുകയാണ്. ഈ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ ഒഴുകി കിടക്കുന്നത്. ഇന്നലെ കൊച്ചിയിൽ മാത്രം 10 കണ്ടെയ്നറുകളാണ് ചാൾസ് ജോർജ് ടെലിഫോൺ ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. എന്തായാലും അദ്ദേഹം സൂചിപ്പിക്കുന്നത് പോലെ ഈ തീരമേഖലകളോടറിഞ്ഞ് പ്രത്യേകിച്ച് മത്സ്യബന്ധന മേഖലകളിലേക്ക് ഈ കണ്ടെയ്നറും അതിൻ്റെ അവശിഷ്ടങ്ങളും ഒഴുകി നടക്കുന്നു. അതാണ് വലിയ പ്രതിസന്ധിയായി മാറുന്നത് എന്നതാണ് സാഹചര്യം. മത്സ്യത്തൊഴിലാളികൾക്ക് ഈ കപ്പൽ അപകടം ഉണ്ടായത് മൂലം, അതിൻ്റെ പ്രശ്നങ്ങൾ മൂലം മത്സ്യത്തൊഴിലാളികൾക്ക് അവിടെ നിരോധനമുണ്ടായത് ഒരു പ്രതിസന്ധി. രണ്ടാമത് ഈ കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന മത്സ്യബന്ധന മേഖലയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മറ്റൊരു പ്രതിസന്ധി. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഡാനി ഇപ്പോൾ തുടരുന്നു എന്ന് കരുതൂ. ഡാനി, ഈ കണ്ടെയ്നറുകൾ എത്ര വലിയ രീതിയിലാണ് ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത്? ഇവർ ഈ മത്സ്യബന്ധനത്തിന് ഉൾക്കടലിലേക്ക് ചെല്ലുമ്പോൾ ഈ കണ്ടെയ്നറുകൾ എങ്ങനെയാണ് അവിടെ ഒഴുകി നടക്കുന്നത്? ഇവരുടെ യാത്രകൾക്ക് പോലും തടസ്സമുണ്ടാക്കുന്നുണ്ടോ ഇത്? ഇവരുടെ യാത്രകൾ പ്രധാനപ്പെട്ട പ്രശ്നം അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ കടലിലേക്ക് അവർ ചെല്ലുമ്പോൾ ഇവർ ഒരു ഏരിയ അവർക്ക് വളരെ കൃത്യമായിട്ട് മാർക്ക് ചെയ്താണ് ചെല്ലുന്നത്. കാരണം അവർ സാധാരണ രീതിയിൽ മത്സ്യബന്ധനം നടത്തുന്ന തടസ്സങ്ങളില്ലാത്ത മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവർ മത്സ്യബന്ധനം നടത്തുകയും ചെയ്യുന്നത്. അപ്പോൾ അവിടങ്ങളിൽ ഒരു തടസ്സവും വലയെറിയുന്നതിന് ഉണ്ടാകുന്നില്ല. അതിനിടയിലൊന്ന് സൂചിപ്പിക്കുന്നു, ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ മത്സ്യത്തൊഴിലാളികൾ പുതിയ കടലിലേക്ക് പോകുന്ന അവിടെ ആ ഒരു വള്ളത്തിൽ അതിൻ്റെ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുന്ന ഇതാണ് നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നത്. ഇനി ഇതിലേക്ക് വരികയാണെങ്കിൽ അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ അവർക്ക് സുരക്ഷിതമായി വളരെ കൃത്യമായിട്ട് വലയെറിഞ്ഞു പോകാൻ കഴിയും. പക്ഷേ അവിടങ്ങളിൽ നിന്നാണ് ഈ രീതിയിലുള്ളൊരു തിരിച്ചടികൾ ഉണ്ടാകുന്നത്. ആ തിരിച്ചടികൾ എന്ന് പറയുന്നത് വലിയ രീതിയിൽ അവർക്ക് പ്രതീക്ഷിക്കാത്തതാണ്. കാരണം സുഖമായി വലയെറിഞ്ഞ് നാളുകളായി മീൻ പിടിച്ച് പോന്നിരുന്ന ആ ഇടങ്ങളിലാണ് ഈ രീതിയിലുള്ള തിരിച്ചടികൾ ഉണ്ടാകുന്നത്. കൃത്യമായി മാർക്ക് ചെയ്ത് വലയെറിഞ്ഞു പോകുന്ന മത്സ്യത്തൊഴിലാളികളും പക്ഷേ അപ്രതീക്ഷിതമായി അവർക്ക് തന്നെ അറിയുന്നില്ല അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് പോലും മനസ്സിലാകുന്നില്ല. പിന്നീട് അവർക്ക് അറിയാനായിട്ട് കഴിയുന്നു വല ഈ രീതിയിലൊക്കെ കീറി വരുന്നു, അതിൻ്റെ പലതിൻ്റെയും അവശിഷ്ടങ്ങൾ അതിൽ കുടുങ്ങുകയും ചെയ്യുന്നു.
അവർ പറയുന്നു ആ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറിൽ വന്ന് അതിൻ്റെയും അതോടൊപ്പം തന്നെ അതിൽ നിന്ന് പുറത്തു വന്ന ലോഹഭാഗങ്ങളുടെയും എല്ലാം തന്നെ വക്കിൽ തട്ടിക്കൊണ്ടാണ് അത് കീറിപ്പോയതെന്ന് അവർ അത് ഉറപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ നാളുകളായി സുരക്ഷിതമായി വലയെറിഞ്ഞിരുന്ന അത്തരം മേഖലകളിലാണ് ഈ രീതിയിലുള്ള തിരിച്ചടികൾ അവർക്ക് ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇതിൽ നിന്ന് എങ്ങനെയാണ് അവർക്ക് പുറത്തേക്ക് വരിക? കാരണം എല്ലായിടങ്ങളിലും ഈ കടലിലേക്ക് ചെല്ലുമ്പോൾ എല്ലായിടങ്ങളിലും ഒരേപോലെ തന്നെ ഈ മത്സ്യം കിട്ടുന്നൊരവസ്ഥയോ കാര്യങ്ങളൊന്നുമല്ല. അതിനവർക്ക് കൃത്യമായി മാർക്ക് ചെയ്ത ഇടങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. അവിടെയാണ് ആ ഭാഗത്തേക്കാണ് ഇവരെല്ലാം തന്നെ പോവുകയും ചെയ്യുന്നത്. അവിടേക്കാണ് ഈ കണ്ടെയ്നറുകൾ പലതും ഒഴുകി അടിഞ്ഞെല്ലാം തന്നെ നിൽക്കുന്നത് എന്ന് പറയുന്നു. അതിൽ ആരാണ് അവർക്ക് ഇതിൽ ഇനിയൊരു സുരക്ഷിതമായൊരിടം ഒരുക്കി കൊടുക്കാൻ കഴിയുക? അവർ ചോദിക്കുന്നതും അത് തന്നെയാണ്. തങ്ങളുടേതല്ലാത്തൊരു തെറ്റിലാണ് ഇപ്പോൾ തങ്ങൾ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു രീതിയിലുമുള്ള ഒരു ഇടപെടലോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. മറ്റ് മുങ്ങിയ ഒരു കപ്പലിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടലും കാര്യങ്ങളും എല്ലാം തന്നെ വേണ്ടതാണ്. പക്ഷേ ആരാണ് ഇതിനെ മുൻകൈ എടുക്കുക എന്നതാണ് അവർ ചോദിക്കുന്നത്. കൃത്യമായ രീതിയിലൊരു പരിഹാരം ഈ വിഷയങ്ങളിൽ അവർക്ക് വരികയും വേണം എന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഒരു കണക്കെടുക്കുമ്പോൾ ഈ മുങ്ങിയ കപ്പലിൽ നിന്നുള്ളൊരു പ്രതിസന്ധികൾ അവർ അഭിമുഖീകരിക്കുന്നത് നമ്മുടെ തീരമേഖലകളിലെല്ലാം തന്നെ ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലൊരു കണക്ക് വരുമ്പോൾ 4 ദിവസത്തിനിടെ 14 മെട്രിക് ടൺ പ്ലാസ്റ്റിക് പെല്ലറ്റുകൾ ഈ വെളി പെരുമാന്തൂർ തീരങ്ങളിൽ നിന്ന് DG ഷിപ്പിംഗ് ശേഖരിച്ചിരുന്നു. തീരത്തടിയുന്നത് ഏതാണ്ട് നിരവധിയായ 500ഓളം വോളണ്ടിയർമാർ ചേർന്നാണ് ഇത് ശേഖരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തുമാത്രം ഒരു അവശിഷ്ടങ്ങൾ തീരത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നത് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇവർക്ക് ബാധിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകളെ കുറിച്ച് കൂടി സജിത്ത് നമുക്ക് പറയേണ്ടതുണ്ട്. 2 കമ്പനികൾക്കെതിരെയും സർക്കാർ കേസ് എടുത്തിട്ടുണ്ട്. കോസ്റ്റൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. പക്ഷേ അതൊരു പേരിനുള്ള ഒരു നടപടി എന്നതാണ്. വകുപ്പുകൾ പരിശോധിക്കുമ്പോഴെല്ലാം അലക്ഷ്യമായി നമ്മൾ ഈ ട്രാഫിക്കിൽ പറയുന്ന പോലെ അലക്ഷ്യമായി വാഹനം ഓടിച്ചതെന്ന് പറയുന്നത് പോലെ ആ രീതിയിലുള്ള ഒരു സമാനമായ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇതുവരെ ഒരു കമ്പനികൾക്കെതിരെ കേസെടുക്കുക എന്നതിനേക്ക് അപ്പുറത്തേക്ക് മറ്റ് തൊഴിലാളികൾക്ക് ജീവനക്കാരെ ചോദ്യം കപ്പൽ ജീവനക്കാരെ ചോദ്യം അല്ലെങ്കിൽ കപ്പലുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് വിശദാംശങ്ങൾ ശേഖരിക്കുന്നതിന് ഒന്നും തന്നെയും പിന്നീട് ഉണ്ടായിട്ടില്ല. പേരിന് ഒരു FIR വന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റു ഒരു കാര്യവും ഇക്കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. കാരണം മറ്റൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിൽ തന്നെയാണ്. കാരണം ഇതിന് ഈ DG ഷിപ്പിംഗ് മന്ത്രാലയം അത്തരം കാര്യങ്ങളുടേതെല്ലാം തന്നെ നടപടിക്രമങ്ങളും അതിൻ്റെ പ്രോട്ടോക്കോളും എല്ലാം തന്നെ പാലിക്കേണ്ടതുണ്ട്, മുന്നോട്ട് പോകേണ്ടതുണ്ട്. പക്ഷേ ആ കാര്യങ്ങളെല്ലാം ഒരു ഭാഗത്തുകൂടി നടക്കുന്നു എന്ന് പറഞ്ഞ് ആശ്വാസം കൊള്ളാൻ മാത്രമേ കഴിയാവുന്ന ഒരവസ്ഥ മാത്രമേ നിലവിലുള്ളൂ. ഇന്നേതായാലും ഈ കേസ് കോടതി പരിഗണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പാരിസ്ഥിതിക ആഘാതത്തിൻ്റെ ഒരു നഷ്ടപരിഹാരം സംബന്ധിച്ച് സർക്കാർ ഇതുവരെയും അത്തരമൊരു കണക്കെടുപ്പിലേക്കോ ഒന്നും തന്നെ കടന്നിട്ടുമില്ല. അപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ അനുഭവിച്ചു പോരുന്ന ഈ ദുരിതത്തിന് ഇപ്പോൾ ലക്ഷങ്ങളുടെ നഷ്ടം ഓരോ വള്ളവും പോയി തിരിച്ചു വരുമ്പോൾ 6 മുതൽ 10 വരെ അവർക്ക് ലക്ഷം രൂപയുടെ നഷ്ടമാണ് അവർക്ക് കണക്കാക്കുന്നത്. കാരണം ഈ വല എല്ലാം തന്നെ നശിച്ച് തിരികെ വരുന്ന രീതിയിലേക്കാണ്. അപ്പോൾ ഈ നഷ്ടം ആരാണ് അവർക്ക് നികത്തി കൊടുക്കുക? ആർക്കാണത് പരിഹരിക്കാൻ കഴിയുക എന്ന ചോദ്യങ്ങളെല്ലാം തന്നെ ഒരു ഭാഗത്ത് ബാക്കി നിൽക്കുകയാണ് സജിത്ത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ നഷ്ടമാണ്, അസാധാരണ പ്രതിസന്ധിയാണ് അവിടുത്തെ അവസ്ഥ എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇതാണ് അവിടുത്തെ ആളുകൾ പങ്കുവെക്കുന്ന കാര്യം. ഡാനി, ഇന്ന് കോടതിയിൽ സുപ്രധാനമായ ചില ഇടപെടൽ കൂടി ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നുണ്ടല്ലോ. കപ്പൽ കമ്പനിയോട് നഷ്ടപരിഹാരം വാങ്ങാൻ സർക്കാർ തയ്യാറാണെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി, TM പ്രതാപൻ്റെ അടക്കമുള്ള ഹർജികൾ വരുന്നുണ്ട്. എന്താണ് കോടതിയിലെ നടപടികൾ? ഇന്ന് ഇക്കാര്യത്തിൽ എന്ത് പ്രതീക്ഷിക്കാം കോടതിയിൽ നിന്ന്?